നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. രാജ്യത്ത് മോന്ത ചുഴലിക്കാറ്റാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഒക്കെ, ആന്ധ്രയിലും കേരളത്തിലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മഴ പെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് പറയുമ്പോൾ സ്വർണ്ണപ്പാളിയും സ്വർണം കൊള്ളയും അതോടൊപ്പം തന്നെ PM ശ്രീയൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റഡ് വാർത്തകൾ തന്നെയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ടും ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഒരു മിന്നൽ പണിമുടക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അത്യാഹിത വിഭാഗത്തെ ഒന്നും ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മോന്ത ചുഴലിക്കാറ്റ് വൈകിട്ടോടെ ആന്ധ്രാ തീരം തൊടും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശും. ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത. കേരളത്തിലെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മിൽസ കൊടുങ്കാറ്റ് ഭീതിയിൽ ജമൈക്ക. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. PM ശ്രീയിൽ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ CPI. ധാരണാപത്രം റദ്ദാക്കണമെന്ന നിലപാടിൽ ഉറച്ച കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിൽക്കും. അനാവശ്യ വിവാദമെന്ന് CPM മുഖപത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. റാന്നി കോടതിയിൽ അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദേവസ്വം ഭരണസമിതിയുടെ പങ്കിലും അന്വേഷണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് തുടങ്ങും. ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. കേരളത്തിൽ SIR നടപ്പാക്കരുതെന്ന് ആവർത്തിച്ച കോൺഗ്രസ്. ബീഹാറിൽ മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. തേജസ്വി രാഹുൽ ഗാന്ധി സംയുക്ത റാലി നാളെയും മറ്റന്നാളും. സംസ്ഥാനത്ത് ഇന്നും സർക്കാർ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം. അടിയന്തര ചികിത്സകളെ ബാധിക്കില്ല. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. ഇന്ന് 16 ഫൈനലുകൾ. ഓവറോൾ കിരീടം ഉറപ്പിച്ച തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ മുന്നിൽ മലപ്പുറം. സമാപന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:30 മുതൽ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി തുടങ്ങി. ഇന്ന് രാത്രിയോടെ ആന്ധ്രാ തീരം തൊടും. ആന്ധ്രയിലും ഒഡീഷയുടെ തെക്കൻ തീരങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആന്ധ്രയിലെ കാക്കിനഡയ്ക്ക് സമീപം മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലായിരിക്കും ചുഴലി തീരം തൊടുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കരയിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ ദുരന്ത നിവാരണ സേനയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 23 ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രകാശം, നെല്ലൂർ, വെസ്റ്റ് ഗോദാവരി, കാക്കിനഡ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഗുണ്ടൂരിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫുട്പാത്തുകളിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. അവശ്യവസ്തുക്കൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കടൽ തീരങ്ങളിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തമാണ്. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ബംഗാളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെയും തീരദേശ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മഴ തന്നെയാണ് പ്രധാനമായും ഇപ്പോഴത്തെ വിഷയം. കാരണം കാലം തെറ്റി പെയ്യുന്ന മഴ, സമയം തെറ്റി പെയ്യുന്ന മഴ എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞത്. കാരണം അത്യാവശ്യത കാര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുവേണ്ടി കരുതൽ വേണ്ടി വരും. കുടയോ കോട്ടോ ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയാണ്. ഇന്ന് 7 ജില്ലകളിലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴ അലർട്ട് തന്നെയാണ്. തിരുവനന്തപുരത്ത്, തെക്കൻ കേരളത്തിലൊക്കെ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. എങ്കിൽ പോലും മധ്യ കേരളത്തിലും അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലും ഒക്കെ ശക്തമായ ഒരു മഴയാണല്ലോ. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ കാര്യത്തിൽ ഇപ്പം മഴയെക്കുറിച്ച് പറയുന്നതും ഏതൊക്കെ ജില്ലകളിൽ പ്രധാനപ്പെട്ട അലർട്ടുകൾ അല്ലെങ്കിൽ മുൻകരുതലുണ്ട്?
രാജേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഏതായാലും അടുത്ത 2 ദിവസം കൂടി അതുപോലെ തന്നെ വ്യാപകമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് ഏതായാലും സംസ്ഥാനത്ത് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയാണ് തൃശൂരിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ തൃശൂർ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പക്ഷേ പ്രത്യേക മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഏതായാലും മാറ്റമില്ല. ആ പരീക്ഷകളൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനൊക്കെ സാധ്യതയുള്ളതിനാൽ ഈ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഒപ്പം മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ മഴയുടെ തുടക്ക സമയം മുതൽ തന്നെ ഇടിമിന്നലേറ്റ് മരണപ്പെടുന്ന ജീവഹാനി വരെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾ അതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുകയോ മരച്ചുവട്ടിൽ നിൽക്കുകയോ ഒന്നും ചെയ്യരുതെന്ന നിർദ്ദേശമൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ ഏകദേശം 110 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മണിക്കൂറിൽ ഏകദേശം 110 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കാൻ തയ്യാറാകണം. അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. പറ്റുകയാണെങ്കിൽ പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അടുത്ത 2 ദിവസം മഴ തുടരും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ ഈ പൊതുവായ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ജീവൻ പൊലിഞ്ഞ ഒരു സാഹചര്യം. അതുപോലെ അങ്ങനെ ഏതെങ്കിലും മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? മാത്രമല്ല, സാധാരണയായി സർക്കാർ തലത്തിലൊക്കെ ഒരു ശുചീകരണം, മഴക്കാല ശുചീകരണം അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പുള്ള നടപടിക്രമങ്ങൾ, റോഡ് ഓടയൊക്കെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. സമീപകാലത്തൊന്നും അങ്ങനെ കാണുന്നില്ല. മഴ മുന്നറിയിപ്പിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ജില്ലാ ഭരണകൂടം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? അങ്ങനത്തെ ഒരു നിർദ്ദേശമോ മുന്നറിയിപ്പോ ഉണ്ടോ? രാജേഷ്, നിലവിൽ അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ പ്രത്യേക ഒരു ജില്ലയ്ക്ക് മാത്രമോ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചോ നൽകിയിട്ടില്ല. മറിച്ച് ഇടുക്കി അതുപോലെ തന്നെ ഇത്തരത്തിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും തീരദേശത്ത് കടലിനോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾക്കുമാണ് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ഇവരൊക്കെ തന്നെ ഈ ഒരു മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് അവിടെ നിന്നും മറ്റ് അടുത്തുള്ള ദുരന്ത നിവാരണ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാനുള്ള നിർദ്ദേശം മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ ഈ ഓടകളൊക്കെ പൊട്ടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് 2 ദിവസം മുൻപൊക്കെ തന്നെ അത് വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ സംസ്ഥാനം ഈ വരുന്ന മഴയെ നേരിടാനുള്ള സജ്ജമായി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇടിമിന്നൽ ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ഈ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുക മുതലായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് വണ്ടികളൊക്കെ മരച്ചുവട്ടിൽ നിർത്തിയിടാറുണ്ട്. അത്തരത്തിൽ ഈ മഴയിൽ നിന്നും രക്ഷ നേടാൻ മരച്ചുവടുകളിൽ നിൽക്കുന്നതൊക്കെ തന്നെ പൊതുജനങ്ങൾ ഒഴിവാക്കണമെന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശം മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും ആതിരയുടെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം മഴയാണ്, മുന്നറിയിപ്പ് സ്വാഭാവികമായ മുന്നറിയിപ്പ് മാത്രമേ സർക്കാരിന് നൽകാൻ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് നൽകാൻ കഴിയുള്ളൂ. ശ്രദ്ധ വേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ എവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് അവിടുത്തെ ജീവിത മാർഗ്ഗങ്ങളെന്നൊക്കെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് വേണം ചെയ്യാൻ. അപകടമുള്ള സ്ഥലത്തുനിന്ന് എത്രയും പെട്ടെന്ന് മാറുക തന്നെ വേണം. മറ്റൊരു കൊടുങ്കാറ്റ് വിശേഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. മെലിസ കൊടുങ്കാറ്റ് കരീബിയൻ ദ്വീപ് രാജ്യമായ ജമൈക്കയിൽ ഉടൻ കരതൊടും. മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ ചുഴലി വീശുമെന്നാണ് മുന്നറിയിപ്പ്. പരമാവധി ശക്തിയുള്ള കൊടുങ്കാറ്റിൻ്റെ വിഭാഗമായ കാറ്റഗറി 5-ലാണ് മെലിസയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ്വീപിൽ പേമാരിയും അതിശക്തമായ കാറ്റും ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പുണ്ട്. ജമൈക്കയിൽ ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായി മെലീസ മാറിയേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തീരത്തോടടുക്കുമ്പോൾ മെലീസയുടെ വേഗത കുറഞ്ഞ് പേമാരി ശക്തമാകാനാണ് സാധ്യത. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ രാജ്യത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. PM ശ്രീയിൽ നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ CPI രംഗത്ത് തുടരുകയാണ്. ധാരണാപത്രം റദ്ദാക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിൽക്കും. അനാവശ്യ വിവാദമെന്ന് CPM മുഖപത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനവും പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫ്ലിറ്റ് ഡി സൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, കഴിഞ്ഞ 24 മണിക്കൂറായി ഒരു ആശങ്കയിൽ നിൽക്കുന്ന സാഹചര്യം, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനപ്പുറത്തേക്കൊരു വാർത്തയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി
പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതായത് അഭിമാനം തന്നെയാണ് CPIക്ക് പ്രധാനം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന വ്യക്തമായ ഒരു ധാരണ CPI അറിയിച്ചിരിക്കുന്നു, സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ രാജേഷ്, നാളെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന ഒരു തീരുമാനമുണ്ടാകുന്നു. ഇക്കാര്യം കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന്. ആദ്യപടി എന്നുള്ളതാണ് ഈ ബഹിഷ്കരണത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും അവർ ഇന്നൊരു ദിവസം സർക്കാരിന് സമയം നൽകുകയാണ്. ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ അതിലൊരു മാറ്റമോ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ രീതിയിലാണ് സർക്കാരിന് പിന്നെയും ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഒരു പുനർചിന്തനം, അതിനൊരു സമയമാണ് സർക്കാരിന് നൽകുന്നത് അല്ലെങ്കിൽ CPMന്റെ CPI നൽകുന്നതും. കാരണം ഈ സമയത്ത് മുന്നണിയിൽ ഒരു വിള്ളലോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്താതിരിക്കുന്നതിനുള്ള ഒരു പരമാവധി നീക്കം ഇരു ഭാഗങ്ങളുടെയും CPMന്റെയും CPIയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നയപരമായ കാര്യങ്ങൾ എടുത്തൊരു തീരുമാനത്തിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു CPM ആകട്ടെ MOU ഒപ്പിട്ടൊരു സാഹചര്യത്തിൽ അതിന് എങ്ങനെ പിന്നോട്ട് പോകുമെന്ന ചോദ്യം മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉപാധികളും പരമാവധി പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും MOUയിൽ നിന്ന് പിന്മാറുക എന്നതിനപ്പുറത്തേക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു. തുടർ നടപടികൾ 4-ാം തീയതി ചേരുന്ന CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ അവർ തീരുമാനിക്കും. അതിനു മുമ്പ് തന്നെ 1-ാം തീയതി നിയമസഭാ സമ്മേളനമുണ്ട്. ആ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രിമാർ അതുപോലെ പങ്കെടുക്കുന്നു. മറ്റെല്ലാ പരിപാടികളിലുമുണ്ട്. ഇടതുമുന്നണി യോഗം ഇതുവരെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ ഇടതുമുന്നണി യോഗം വിളിക്കും. ആൾക്കാരെ സംസ്ഥാന CPMന്റെ സെക്രട്ടറി തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ ആ യോഗത്തിൽ CPI പങ്കെടുക്കുമോ എന്നുള്ളതിൽ ഇപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യോഗത്തിൽ പങ്കെടുക്കുകയും അതിനകത്തുള്ള പ്രതിഷേധവും വിയോജിപ്പും നിലപാടുമൊക്കെ അറിയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 4-ാം തീയതി തീരുമാനിക്കുന്ന യോഗത്തിന് മുമ്പ് CPIയുടെ സ്റ്റേറ്റ് കൗൺസിലിന് മുമ്പ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിലേക്കോ സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് CPI പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ദേശാഭിമാനിയിൽ PMC പദ്ധതി എന്തുകൊണ്ട് നടപ്പാക്കി അത് അനാവശ്യമായ വിവാദം അതിന്റെ പേരിൽ ഉണ്ടാകുന്നു, അതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് കാര്യങ്ങൾ നിരത്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി സാഹചര്യത്തിൽ എങ്ങനെ ഒപ്പിട്ടു, അതുകൊണ്ടുണ്ടാകുന്ന ഫണ്ടുകളുടെ കണക്കും PMC പദ്ധതി എന്താണ്, അതിനപ്പുറത്തേക്ക് അതിന് RSSന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കുകയില്ല. മാത്രവുമല്ല ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുന്നില്ല. അതടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി ഏത് സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയിൽ ഒപ്പിടേണ്ടി വന്നു, വിദ്യാഭ്യാസ വകുപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തി എന്താണ് അനാവശ്യമായ ഒരു വിവാദം ഉൾപ്പെടെ ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതേ പാർട്ടി മുഖപത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത് കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് CPM PMC ഇപ്പോഴും ആ പദ്ധതിയിൽ MOUയിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം നയത്തിൽ ഒരു വ്യത്യാസവും ഇടതുപക്ഷ നയത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന നിലപാട് എല്ലാ വേദികളിലും CPM ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് CPIക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. ഈ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് മറ്റൊന്നും സംഭവിക്കുന്നില്ല, മറ്റു തുടർ നടപടികളിലേക്കൊന്നും സർക്കാർ കടക്കുന്നില്ല, നയത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല, NEP കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ഇതൊക്കെ തന്നെയും ഔദ്യോഗികമായ എല്ലാ ഫോറങ്ങളും CPM ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി CPM ദേശാഭിമാനി വിദ്യാഭ്യാസ മന്ത്രിയുടെ ലേഖനത്തെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും നാളെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള കടുത്ത നിലപാടുകളിലേക്ക് തീരുമാനങ്ങളിലേക്ക് CPI പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഇരു വിഭാഗവും വിട്ടുവീഴ്ചയും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അൻഫിൽറ്റ് ഒരു കാര്യം കൂടി, കാലത്തിനനുസരിച്ച് മാറണമെന്ന് CPM അംഗീകരിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പലപ്പോഴും കാലത്തിനനുസരിച്ച് മാറി ചരിത്രമില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് സമീപകാലത്ത് കാലത്തിനനുസരിച്ച് മാറാൻ CPM തീരുമാനിച്ചത്. അത് CPI അംഗീകരിക്കുന്നില്ല. ഈ കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്നാൽ കേന്ദ്ര ഫണ്ട് വാങ്ങാം സ്കൂളുകളുടെ വികസനത്തിന് അല്ലെങ്കിൽ പാഠ്യപദ്ധതിക്ക്. പക്ഷേ എങ്കിൽ പോലും ഇതെന്തുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ CPIക്കോട് പറ്റിയില്ല എന്നൊരു ചോദ്യമുണ്ട്. ഏത് തരത്തിലുള്ള സമവായമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിന് മുന്നിൽ വെച്ചതെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം അല്ലെങ്കിൽ അൻഫ്ലിറ്റ് സൂചിപ്പിച്ച പ്രകാരമുള്ള സമവായ രീതികളാണെങ്കിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ പോവും. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ CPI പിണക്കാനും CPM ഉദ്ദേശിക്കുന്നില്ലല്ലോ. തീർച്ചയായും CPI പിണക്കിക്കൊണ്ട് CPI തൽക്കാലം മുന്നണിയിൽ ഒരു വിള്ളലോ ഒരു വിഭാഗമോ ഉണ്ടാക്കിയുള്ള നടപടിയിലേക്ക്
CPM പോകുന്ന കാരണം കടുത്ത സമ്മർദ്ദം CPM നേരിടുന്നുണ്ട്. അവർ നമുക്ക് ഈ CPIയുടെ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഈ മന്ത്രിസഭ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയും, എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി CPI എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ്. കാരണം നയത്തിൽ വെള്ളം ചേർക്കുന്നു. LDFന്റെ ആ നയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ നയത്തിൽ CPM വെള്ളം ചേർത്തു എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അത് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചതാണ്. മുമ്പ് ഞാൻ എടുത്ത തീരുമാനം അതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ പോലും എന്റെ തീരുമാനം മാറ്റിയെന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചർച്ച ചെയ്ത ഇത്തരത്തിൽ നയത്തിൽ മാറ്റം വരുത്തേണ്ടത്, ഏകപക്ഷീയമായ മാറ്റം വരുത്താമോ എന്ന ചോദ്യം CPI ഉന്നയിക്കുകയാണ്. അതേസമയം ഈ ഒരു വിഷയത്തിൽ CPI ഉന്നയിക്കുന്നത് വളരെ വൈകാരികമാണ്. കാരണം ഇത്തരത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് പകരം ഏകപക്ഷീയമായിരുന്നു. പിന്നീട് ഒപ്പിട്ടതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ട് ചർച്ച നടത്തിയത്, വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ചർച്ച നടത്തിയത് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. പക്ഷെ അതിനപ്പുറം അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് CPI പോകുമെന്നൊരു ഘട്ടത്തിൽ പോലും CPM കരുതിയതുമില്ല എന്നതാണ് വാസ്തവം. കാരണം സാധാരണഗതിയിൽ മുമ്പ് പല വിഷയങ്ങളും വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ചർച്ച ചെയ്ത് സമവായത്തിലെത്തുകയും അനുനയിക്കുകയൊക്കെ ചെയ്യുന്നു. അതേ പാതയിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാമെന്നായിരുന്നു CPMന്റെ കണക്കുകൂട്ടൽ. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കായിരുന്നു CPIയുടെ നീക്കം. കാരണം CPIയെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ പോലെ ആയിരുന്നില്ല. കാരണം ഇത്രയും കാലം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് എല്ലാ വേദികളും പറയുമ്പോൾ പിന്നീട് ആ നയത്തിൽ കൃത്യമായ വ്യത്യാസമൊന്നും അല്ലെങ്കിൽ കൃത്യമായ വ്യതിചലനം നടത്തുമ്പോൾ അത് ഒറ്റയ്ക്കങ്ങ് തീരുമാനിക്കാൻ പാടില്ലല്ലോ. അതിന് കൃത്യമായ മറുപടി പറയാൻ ഇപ്പോഴും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കോ കഴിയുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനം CPI എടുക്കുമ്പോൾ CPMന്റെ പോലും പല നേതാക്കളുടെയും രഹസ്യമായ പിന്തുണ വരെ CPIക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ആത്മബലത്തിൽ വിശ്വാസത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു കടുത്ത നിലപാടിൽ CPIയുടെ ദേശീയ നേതൃത്വം അടക്കം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ മറ്റു തീരുമാനങ്ങളിലേക്ക് 4-ാം തീയതി കടന്നാൽ പോലും CPMന്റെ ഭാഗത്ത് നിന്ന് പോലും പരോക്ഷമായ പിന്തുണ ഒരർത്ഥത്തിൽ CPIക്ക് ലഭിക്കും. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ചിന്താഗതിയുള്ളവരൊക്കെ തന്നെയും CPIയുടെ ഈ ഒരു നിലപാടിനൊപ്പം നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എന്താണോ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ആ നിലപാട് CPM ഒറ്റയ്ക്ക് അങ്ങ് വെള്ളം ചേർത്തു എന്നൊരു ഒരു വിലയിരുത്തൽ പൊതുസമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷം എന്താണോ ആഗ്രഹിക്കുന്നത് അതാ തങ്ങൾ നടപ്പാക്കുന്നു എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൂടി CPIക്കുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പിന്നിൽ പോകുമ്പോൾ പൊതുവായിട്ടത് മുന്നണിക്ക് ഉണ്ടാകുന്ന ഒരു കോട്ടം, തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന നഷ്ടം, ഇതൊക്കെയാണ് CPM മുന്നോട്ട് വയ്ക്കുകയും ആ കാര്യം ഉയർത്തിക്കാട്ടി CPI പിന്തിരിപ്പിക്കാനാകും ഇനി CPMന്റെ നീക്കം. ശരി, അൻഫീൽഡാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. എന്തായാലും CPI ഒരു അവസാനിക്കില്ല. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 2ാം പ്രതി മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. റാന്നി കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കണ്ണൻദേവ് ചേരുന്നുണ്ട്. കണ്ണൻദേവ്, മുരാരി ബാബുവും ഈ പോറ്റിയും എന്തൊക്കെയാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കവർച്ച നടത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തെളിവ് വേണം കോടതിയിൽ ഹാജരാക്കാൻ. നേരത്തെ തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ഇനി വേണ്ടത് ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിൽ ഇവർ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കുക എന്നാണ് വിശദാംശങ്ങൾ. അതെ, തീർച്ചയായും രാജേഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉൾപ്പെടെ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ പ്രതിഭാഗം എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ഈ കൊള്ള നടക്കുന്ന സമയത്തൊക്കെ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അദ്ദേഹത്തെ കഴിഞ്ഞ 23-നാണ് റാന്നി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇനിയിപ്പോ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് അടക്കം, അതുപോലെ ശബരിമലയിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനെ കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുകയാണ്. എന്തായാലും ഈ തെളിവെടുപ്പിന് ശേഷമാകും ഇത്തരത്തിൽ ഈ കേസിലെ പ്രതിപട്ടികയിലുള്ള മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ഈ അന്വേഷണ സംഘത്തിന് എത്തുക. അത്തരത്തിൽ ഉള്ള നടപടികളിലേക്കൊക്കെ കടക്കുന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും എല്ലാം ആവശ്യമാണ്.
ഈ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഇദ്ദേഹത്തിന് പേരിൽ 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു എന്നതും അതുപോലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കവർന്നു എന്നതുമാണ്. അത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി എന്ന് രേഖപ്പെടുത്തിയ രേഖകളെല്ലാം തിരുത്തി ചെമ്പുപാളി എന്നാക്കിയത് ഈ മുരാരി ബാബുവാണ്. അത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾക്ക് തുടക്കമിട്ടത് ഈ മുരാരി ബാബുവാണ്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബോധപൂർവം ഗുരുതര വീഴ്ച വരുത്തിയത് എന്ന അടക്കം നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ശബരിമലയിൽ അടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും തെളിവെടുപ്പിനെത്തിക്കണം, അതുപോലെ ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യണം. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതായിരിക്കും ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുന്നത്. രാജേഷ്. യെസ്, കണ്ണൻദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടരുന്ന സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് OP ബഹിഷ്കരിക്കും. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസ്സുകളും ബഹിഷ്കരിക്കും. എന്നാൽ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര ചികിത്സകൾക്ക് മുടക്കം ഇല്ലാതെ നടക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച OP ബഹിഷ്കരിച്ചിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും OP ബഹിഷ്കരിക്കുന്നത്. ഔദ്യോഗിക യോഗങ്ങൾ ബഹിഷ്കരിക്കുന്നതും തുടരും. ശമ്പളത്തിലെ അപാകതകൾ പരിഹരിച്ച് PSC നിയമനങ്ങൾ വേഗത്തിലാക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക, താൽക്കാലിക സ്ഥലമാറ്റങ്ങൾ നടത്തി NMCയുടെ കണ്ണിൽ പൊടിയിടാതെ സ്ഥിരം നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയുള്ള പ്രകടന പത്രികയായിരിക്കും പുറത്തിറക്കുക. രാഹുൽ ഗാന്ധിയും മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടെ ആദ്യമായി വേദി പങ്കിടുന്ന റാലി നാളെയാണ്. മുസഫർപൂരിലും ദർഭംഗയിലും നടക്കുന്ന സംയുക്ത റാലികളെയാണ് തേജസ്വിയും രാഹുലും അഭിസംബോധന ചെയ്യുക. മഹാസഖ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ RJD നേതാവ് തേജസ്വി യാദവും വേദി പങ്കിടും. നേരത്തെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് വിട്ടുനിൽക്കും. റാലിക്ക് മുന്നോടിയായി മഹാഗഡ്ബന്ധൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കും. NDAയുടെ കാട്ടുനീതി ആഹ്വാനത്തെ എതിർക്കുന്നതിനൊപ്പം സാമൂഹ്യനീതി അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എല്ലാ വീടുകളിലും ഒരു ജോലിയും ഉപജീവനമാർഗവും ഉൾപ്പെടെയുള്ള യാദവിന്റെ പ്രധാന വാഗ്ദാനങ്ങളും, സൗജന്യ വൈദ്യുതി, സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ തുടങ്ങി കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ സംയോജിക്കും. സർക്കാർ ജോലികളും സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 30,000 രൂപ ശമ്പളവും നൽകാനുള്ള ഉറപ്പുകളും തേജസ്വിയുടെ പ്രകടന പത്രികയിലുണ്ടാവും. ബീഹാറിൽ രാഹുൽ ഗാന്ധി 2 റാലികളാണ് നടത്തുക. ഒന്ന് സക്രയിലും മറ്റൊന്ന് ദർഭംഗയിലും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രാഹുൽ ഗാന്ധി ബീഹാറിലെത്തുന്നില്ല എന്ന BJPയുടെ ആരോപണങ്ങൾക്കിടെയാണ് പ്രചാരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള റാലിക്ക് തയ്യാറാകുന്നത്. ബീഹാറിൽ 243 സീറ്റിലേക്കും 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. നവംബർ 6-നും നവംബർ 11-നും. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. മഹാഗഡ്ബന്ധന്റെ സീറ്റ് വിഭജനത്തിൽ RJD 143 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് 61 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ CPI-ML, മുകേഷ് സഹാനിയുടെ VIP, മറ്റ് സഖ്യകക്ഷികൾ എന്നിവർ പങ്കിടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് തുടങ്ങും. ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. SIR നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിലെ നിലവിലെ വോട്ടർ പട്ടിക ഇന്നലെ അർദ്ധരാത്രി മുതൽ അസാധുവായി. BLO ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നു മുതൽ പരിശീലനം തുടങ്ങും. തുടർന്ന് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വീടുകൾ കയറിയുള്ള വിവരശേഖരണം പൂർത്തിയാക്കും. അതേസമയം കേരളത്തിൽ SIR നടപ്പാക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ SIR നടപ്പിലാക്കുന്നത്. SIRന്റെ കരട് പട്ടിക ഡിസംബർ 9-ന് പ്രസിദ്ധീകരിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരിക്കും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. ഫെബ്രുവരി 7-നായിരിക്കും അന്തിമ പട്ടിക പുറത്തിറക്കുക. രാഷ്ട്രീയ പാർട്ടികളുമായി SIR സംബന്ധിച്ച് CEOമാർ ചർച്ച നടത്തി വിശദീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ബൂത്ത് തല ഏജന്റുമാർക്കും പരിശീലനം നൽകുമെന്നും കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി.
ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. ബീഹാറിൽ SIR വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഒരു അപ്പീൽ പോലും ഇക്കാര്യത്തിൽ ബീഹാറിൽ നിന്നുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചന നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിഗണിച്ചില്ല. 1951 മുതൽ 2004 വരെ 8 തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. ഇന്ന് 16 ഫൈനലുകളാണ്. ഓവറോൾ കിരീടം തിരുവനന്തപുരം ഉറപ്പിച്ചു. സ്കൂളുകളിൽ മലപ്പുറത്തിൻ്റെ ഐഡിയൽ കടകശ്ശേരിക്ക് കിരീടമാണ്. അത്ലറ്റിക് മത്സരങ്ങളിൽ മലപ്പുറം 1-ാം സ്ഥാനത്താണ്. ആതിര രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആതിര, ഈ മഴയത്തും ചൂടേറിയ ഒരു കായിക രംഗമാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ ആവേശത്തോടു കൂടിയാണ് കഴിഞ്ഞ 6-7 ദിവസമായിട്ട് കായിക രംഗം സജീവമായിരുന്നല്ലോ. ഇന്നിപ്പോൾ 16 ഫൈനലുകളാണ്. ഏതൊക്കെ ഫൈനലുകളാണ് ഇന്നുള്ളത്? ഈ മുൻനിരയിലെത്തിയ സ്കൂളുകളുടെയും ജില്ലയുടെയും ആവേശം എത്രത്തോളം ഉണ്ട്? രാജേഷ്, 21-ാം തീയതിയാണ് ഈ തലസ്ഥാന നഗരിയിൽ കായികമേളയ്ക്ക് തിരിതെളിയുന്നത്. ഇന്ന് ഏതായാലും 8 ദിവസം, ഇന്ന് 8-ാം ദിവസമാണ്. ഇന്നാണ് ഈ കായികമേളയുടെ സമാപനം. ഈ 8 ദിവസം ഈ അനന്തപുരി ഈ കായിക താരങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ഒരു ആവേശവും ഊർജ്ജവും ഒക്കെ അനന്തപുരിക്ക് കൂടി പകർന്നു കിട്ടിയ ഒരു അളവിലായിരുന്നു ആ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ഏതായാലും ഈ കായികമേളയ്ക്ക്, ഇത്രയും ദിവസം നീണ്ടുനിന്ന ഈ കായികമേളയ്ക്ക് സമാപനമാകുകയാണ്. ഇന്ന് പ്രധാനമായും ഉള്ളത് ഈ 100x400 മീറ്റർ റിലേ മത്സരങ്ങൾ, അതുപോലെ തന്നെ ട്രിപ്പിൾ ജമ്പ് മത്സരങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായും നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ. തിരുവനന്തപുരം, ആതിഥേയരായ തിരുവനന്തപുരം തന്നെയാണ് ആ കിരീടം ഉറപ്പിച്ചിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു ആധിപത്യമാണ് നമ്മൾ കണ്ടിരുന്നത്. 1800-ലധികം പോയിന്റുകളുമായി തിരുവനന്തപുരം ആ കിരീടം ഉറപ്പിച്ചിരിക്കുന്നു. ഈ 67ാമത് സംസ്ഥാന കായികമേളയുടെ കിരീടത്തിൽ ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് തിരുവനന്തപുരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്ലറ്റിക് മത്സരങ്ങളിൽ ആദ്യം മുതൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇന്ന് ഏതായാലും നിലവിൽ മലപ്പുറമാണ് 1-ാം സ്ഥാനത്തുള്ളത്. അത്ലറ്റിക് മത്സരങ്ങളിൽ മലപ്പുറത്തിന്റെ മികവാണ് എന്നുള്ളത്. ഇന്ന് ഏതായാലും പക്ഷേ മറ്റ് അത്ലറ്റിക് മത്സരങ്ങൾ കൂടി നടക്കാനുണ്ട്. ഒരു പക്ഷേ പാലക്കാട് മുന്നിലെത്തിയേക്കാം, അതല്ലെങ്കിൽ മലപ്പുറം തന്നെ, നിലവിലെ ചാമ്പ്യന്മാരാണ് മലപ്പുറം, അവർ തന്നെ ഈ ഒരു അത്ലറ്റിക്സിലെ വിജയം നിലനിർത്തിയേക്കാം. അതൊക്കെ തന്നെ ഇന്നത്തെ ഈ മത്സരങ്ങൾ കൂടി അവസാനിക്കുന്ന വേളയിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും ഇന്ന് സമാപനമാണ്. ഈ സ്വർണ്ണക്കപ്പിൽ ചീഫ് മിനിസ്റ്ററിന്റെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ആദ്യമായാണ് സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണക്കപ്പ് നൽകുന്നത്. അതിനേതായാലും തിരുവനന്തപുരം തന്നെയാണ് ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 2:30 ഈ സമാപന ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പ്രധാന മുഖ്യ അതിഥിയായി ഈ സമാപന സമ്മേളനത്തിലൊക്കെ തന്നെ പങ്കെടുക്കുക. ഏതായാലും നിലവിൽ ഈ മത്സരങ്ങളൊക്കെ തന്നെ ഏകദേശം 8 മണിയോടുകൂടി ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. മറ്റ് വേദികളിലൊക്കെ മറ്റ് ഗെയിംസ് മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഒരു 11 മണിയോടുകൂടി ഈ മത്സരങ്ങളൊക്കെ, ഇന്നത്തെ ഈ മത്സരങ്ങളൊക്കെ തന്നെ അവസാനിക്കും. ഈ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലൊരു മഴയൊക്കെ വെല്ലുവിളി ഉയർത്തിയിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വലിയ രീതിയിൽ വിജയകരമായി കായികമേള ഇന്ന് സമാപിക്കാൻ പോകുമ്പോൾ തിരുവനന്തപുരം തന്നെയാണ് ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത്. ആതിരയാണ് വിശദാംശങ്ങൾ തത്സമയം നമ്മോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും 2:30 ശേഷമാണ് കായികമേളയുടെ സമാപന സമ്മേളനം നടക്കുക. ഇന്നത്തോടുകൂടി ആ കായിക മാമാങ്കത്തിന് കൊടിയിറങ്ങുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരശ്ശീല വീഴാൻ ഈ ഒരു ദിനം മാത്രം ശേഷിക്കെ ട്രാക്കിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിപ്പോകേണ്ടി വന്നവർ നിരവധിയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ മറന്നു പോകരുതാത്ത ഒരു കായിക താരം കൂടിയുണ്ട്. ഇന്ന് പലരും മറന്നു തുടങ്ങിയ ആ താരത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അമൃത ടീം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂതകാല സ്മരണകൾക്ക് മേലുള്ള കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. കായികമേളയുടെ ആരവങ്ങൾക്കിടയിൽ ഇനിയും മറവി ബാധിച്ചിട്ടില്ലാത്ത തലച്ചോറുകൾ 3 വർഷങ്ങൾ പിന്നിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കുക. ചെറിയ മഴയിൽ പോലും ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ കിടപ്പ് രോഗിയായ ഒരച്ഛനും അമ്മയും 2 പെൺമക്കളും ആരുടെയൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയ സ്വപ്നങ്ങളെയും ചേർത്ത് പിടിച്ച് തെരുവിലേക്ക് മിഴിയെറിഞ്ഞിരിപ്പുണ്ട്. ഇനിയും ഓർമ്മ വരാത്തവർക്കായി ഇതാണ് ഗീതു. മലപ്പുറം ആലത്തിയൂർ KHM HS സ്കൂളിലെ +2 വിദ്യാർത്ഥിനി. കഴിഞ്ഞ 3 വർഷങ്ങളിലെയും ഗോൾഡ് മെഡലിസ്റ്റ്. സ്കൂൾ കായികമേളകൾക്ക് ഈ മുഖം അത്ര പുതുമയുള്ളതല്ല. പക്ഷേ
പലരും ഈ മുഖം ഇന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു. പോയ വർഷം 3000 മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണം നേടി ഹാട്രിക് തികച്ചപ്പോൾ ഗീതുവിന് വീട് വെച്ച് നൽകാമെന്ന് വാക്കു പറഞ്ഞവർ ഏറെയുണ്ടായിരുന്നു. പക്ഷേ ആ വാക്ക് വാക്കായി മാത്രം അവശേഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കൂടുതൽ പറഞ്ഞിരുന്നത് വീട് ശരിയാക്കി തരാം എന്നൊക്കെ. ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛന് വയ്യാതെ എടുക്കുകയാണ്. അച്ഛൻ്റെ ഓപ്പറേഷൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. ഇക്കുറി സ്വർണ്ണ മെഡൽ നേട്ടമെന്ന ലക്ഷ്യത്തിനു മുന്നിൽ പരിക്കിൻ്റെ രൂപത്തിൽ വിധി വീണ്ടും വില്ലനായി. മെഡൽ നേട്ടമില്ലാത്തതിനാൽ തന്നെ ഗീതുവിന് മുന്നിലേക്ക് ക്യാമറ കണ്ണുകളും എത്തിയില്ല. ഇതോടെ അവസാന അവസരത്തോടൊപ്പം പ്രതീക്ഷകളും അവസാനിച്ചു. ലാസ്റ്റ് സ്കൂൾസാണ്. അവളെ അവസ്ഥ വളരെ മോശമാണ്. കാരണം വീടില്ല. അച്ഛൻ്റെ അവസ്ഥ എല്ലാവർക്കും എല്ലാ വർഷവും പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2-3 വർഷമായിട്ടും നമ്മൾ ചാനലുകാരോടൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ വരും, പിന്നെ അതെന്തോ നടക്കാതെ അങ്ങനെ പോവാണ്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ മെഡലും ഇല്ല. ഒരാൾ പറയാനൊരു മെഡലടിച്ചാൽ ഒരു പറയുമ്പോഴല്ലേ കേൾക്കുള്ളൂ, നമ്മളെ കേൾക്കാൻ ആളുണ്ടാവുള്ളൂ. പിതാവിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് മാത്രം വേണം ഭീമമായ തുക. കുടുംബശ്രീ ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ മാത്രമാണ് കുടുംബത്തിൻ്റെ ഏക വരുമാനം. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാതെ അച്ഛൻ്റെ സഹോദരിയുടെ പേരിലുള്ള കുടുംബ വീട്ടിലാണ് ഗീതുവും കുടുംബവും അന്തിയുറങ്ങുന്നത്. ഈ കുടുംബസ്വത്ത് ഭാഗിച്ചാൽ കിടപ്പ് രോഗിയായ അച്ഛനെയും ചേർത്ത് പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഗീതുവിന്. അങ്ങനെ ട്രാക്കിൽ പൊരുതി നേടിയ സ്വർണ്ണ മെഡലുകൾ നിധി പോലെ കാക്കുവാനുള്ള ഒരിടം പോലും വിധി അവൾക്ക് അന്യമാക്കി. എങ്കിലും ആരെയും പഴിക്കാതെ ട്രാക്കിൽ മറ്റ് താരങ്ങളുടെ വിജയനിമിഷത്തിൽ കൈയടിച്ച് മൂകയായി അവൾ കാത്തിരിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുടെ വെളിച്ചത്തിലേക്ക് മിഴിച്ചിമ്മാതെ. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയാകരുതെന്നല്ല, ചെറിയ പ്രതീക്ഷ നൽകി അവരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടരുതെന്ന് മാത്രം. സുനിൽകുമാറിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്താണ് കാരോട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് ഭരണം കിട്ടിയതെങ്കിലും 3 വർഷം കഴിഞ്ഞപ്പോൾ LDF പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരണം പിടിച്ചു. എന്നാൽ ഭരണം തീരാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ മറുകണ്ഠം ചാടിയ 5 പേരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. BJPക്ക് ഏറെ സ്വാധീനമുള്ള പഞ്ചായത്തിൽ ഇക്കുറി ത്രികോണ മത്സരമാണ് ഉറപ്പിക്കുന്നത്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാരോട് ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളോളം, ഈ പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഭരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. 19 വാർഡുകളുള്ള കാരോട് ഗ്രാമപഞ്ചായത്ത് പുനർനിർണയത്തിലൂടെ 20ആയി ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തട്ടകമായ പഞ്ചായത്തിൽ 2015 മുതൽ 5 വർഷക്കാലം ഒരേ ഒരു തവണ മാത്രമാണ് LDF ഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 10ഉം LDFന് 6ഉം BJPക്ക് 2ഉം ഒരു സ്വതന്ത്രനും എന്ന നിലയിലായിരുന്നു സീറ്റ് നില. 3 വർഷം കഴിഞ്ഞതോടെ 5 കോൺഗ്രസുകാർ മറുകണ്ഠം ചാടി LDFന്റെ പിന്തുണയോടെ ഭരണം പിടിച്ചു. കോൺഗ്രസ് വിമതൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലാവധി കഴിയാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ മറുകണ്ഠം ചാടിയ 5 പേരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. ഇവർക്ക് 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാനാകില്ല. കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ശേഷം കൂറുമാറി LDFനൊപ്പം ചേർന്ന് ഭരണസമിതിയെ അട്ടിമറിച്ചതിനാലാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി വന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ് കാരോട് ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ തീരാ ദുരിതം തന്നെയാണ്. ജലസ്രോതസ്സുകൾ പലതും തകർന്ന അവസ്ഥയിലാണ്. ഈ പനങ്കോട്ട് കുളം എന്ന് പറഞ്ഞാൽ ഒരു 5.5 ഏക്കർ കുളമാണ്. പക്ഷേ ഒരു 20 വർഷം കൊണ്ട് ഈ സ്റ്റാൻഡേർഡായിട്ട് കാട് കയറി ഇതിനകത്ത് മൊത്തം ഇഴജന്തുക്കളും പാമ്പുകളും കൊണ്ട് വളരെ നാട്ടുകാർക്ക് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്. ഈ പഞ്ചായത്തിലും സർക്കാരിലും എല്ലാം പല പ്രാവശ്യം നമ്മൾ നിവേദനം കൊടുത്തിട്ട് പോലും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും അവതാളത്തിലായ കുടിവെള്ള പദ്ധതിയും പൂർത്തിയാക്കാനാകാത്ത ലൈഫ് മിഷനിലെ വീടുകളുമാണ് CPMും BJPയും ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ത്രിതല സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ആളുകൾക്ക്
വിവിധങ്ങളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെതായ സഹായങ്ങൾ പഞ്ചായത്ത് വഴി ചെയ്യുന്നുണ്ട്. അത് വ്യക്തിഗതാനുകൾ പലതരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് പദ്ധതി. കാരോട് പഞ്ചായത്തിലും അത്തരത്തിൽ വീടുകൾ നൽകേണ്ടതായിരുന്നു. പക്ഷേ ആകെ കൊടുത്തത് എഗ്രിമെൻ്റ് വെച്ചത് വെറും 92 വീടുകൾക്കാണ്. 3.5 വർഷക്കാലം നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഒന്നും തന്നെ ടാർ ചെയ്തിട്ടില്ല. ഈ പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡുകൾ പണി ചെയ്ത് നോക്കി ഇത്രയും ഒരു ശോചനീയാവസ്ഥ വരില്ലായിരുന്നു. അതേസമയം തന്റെ ഭരണകാലത്ത് ലൈഫ് മിഷൻ വീടുകൾ ഉൾപ്പെടെ നടപ്പാക്കിയ പദ്ധതികൾ അക്കമിട്ട് നിരത്തുന്ന പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ്. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാരോട് പഞ്ചായത്തിൽ 20 വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വാർഡ് കൂടി നടക്കാം, 20 വാർഡുകളാണുള്ളത്. ആ 20 വാർഡിൽ ബഹുഭൂരിപക്ഷം വാർഡും കാരോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇപ്രാവശ്യം 10, 17, 18 കൂടുതൽ വാർഡുകൾ കോൺഗ്രസ് നിലനിർത്തും. അതുകൊണ്ട് കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് CPM-ന്റെ വിവിധന്മാരുടെ ഭരണത്തിൽ നിന്ന് തിരിച്ചുപിടിക്കും. വേണ്ടത്ര സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഭരണസമിതികളുടെ പരാജയമായി ഉയർത്തിക്കാട്ടുന്ന BJP തങ്ങൾ സ്വന്തം നിലയിൽ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ്. ജൽജീവൻ മിഷൻ്റെ റോഡുകൾ തിരിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 3.25 വർഷം പിന്നിട്ടിട്ടും അതിൻ്റെ പകുതി പോലും ഇതുവരെയും ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ 2 തവണയുള്ള റോഡ് ഫണ്ട് സ്പിൽ ഓവറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നത്. ഐരക്കുളത്തിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പൈസ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഈ കുളം പൂർണ്ണമായി നവീകരിച്ചിട്ടുണ്ട്. 1,36 ലക്ഷം രൂപ ചെലവഴിച്ചു. കോൺഗ്രസും LDF-ഉം BJP-യും കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ ഇക്കുറി തീപാറുന്ന പോരാട്ടത്തിനാകും കാരോട് ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ സൽകുമാറിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഞ്ഞിരപ്പള്ളിയുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ച് സ്റ്റുഡൻറ് സഭ. കാഞ്ഞിരപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചും വികസന സ്വപ്നങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജുമായി സംവദിച്ചു. പാർലമെന്ററി കാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കങ്ങഴ ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് വേറിട്ട ആശയ സംവാദം നടന്നത്. പള്ളി കറുകച്ചാൽ ബൈപ്പാസാണ് ഏറ്റവും ഒരു കാര്യമായിട്ട് വരുന്നത്. കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെക്കുറിച്ച് കാർഷിക വകുപ്പിലൂടെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം നടത്തണം. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തൽ, കാർഷിക മേഖലയുടെ പ്രോത്സാഹനം, കായികരംഗം തുടങ്ങി വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് സ്റ്റുഡൻസ് സഭയിൽ വിദ്യാർത്ഥികൾ ആശയങ്ങൾ പങ്കുവച്ചു. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൃത്യമായ ടൗൺ പ്ലാനിംഗ്, ചിറക്കടവ് സെന്റ് എഫ്രൈംസ് ഹൈസ്കൂളിലെ കായികാധ്യാപകരുടെ കുറവ്, നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കളിയിടങ്ങൾ ക്രമീകരിക്കേണ്ടതിൻ്റെയും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുടെയും അനിവാര്യത തുടങ്ങിയ വിഷയങ്ങളും വിദ്യാർത്ഥികൾ ഹ്രസ്വമായും വ്യക്തതയോടെയും സഭയിൽ അവതരിപ്പിച്ചു. ആശയങ്ങളെ സ്വാഗതം ചെയ്ത MLA-യും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജ് നാടിന്റെ വികസനത്തെക്കുറിച്ച് ചെറുപ്പം മുതൽക്കേ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമാണെന്നും പറഞ്ഞു. സംസ്കാരത്തെയും ഒരു നാടിൻ്റെ വികസനത്തെക്കുറിച്ചും വളരെ ചെറിയ കാലത്ത് തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെയുള്ള ഒരു വലിയ ധാരണ നമുക്ക് തീർച്ചയായിട്ടാണ്. ജനാധിപത്യത്തെ ഏറ്റവും സർഗാത്മകമാക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ്. കറുകച്ചാൽ, നെടുങ്കുന്നം പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മാണം, ചിറക്കടവ് പഞ്ചായത്തിൽ പൂർത്തീകരണത്തോടടുക്കുന്ന ടർഫ് നിർമ്മാണം തുടങ്ങിയവയെക്കുറിച്ചും MLA വിശദീകരിച്ചു. നിയോജകമണ്ഡലത്തിൽ 30 കോടി രൂപ ചെലവഴിച്ച് ഒരു കലാസാംസ്കാരിക സമുച്ചയം നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്ററി കാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കങ്ങഴ ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തിയ സ്റ്റുഡൻസ് സഭയിൽ 50ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികളാണ് പങ്കെടുത്തത്. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയായ പുറപ്പാട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്റ്റുഡൻസ് സഭ സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, കോട്ടയം. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഏകദേശം വിപണിയിൽ നേട്ടമായിരുന്നു. ഇന്നത് തുടരുമോ? നാളത്തെ പ്രതീക്ഷകളും എന്താണ്?
ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ടായിട്ടുള്ള വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും വിപണി ഒരു തിരിച്ചുവരവ് കണ്ടിരുന്നു. ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേട്ടം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. US ചൈന വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നതും ഒപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലും പുതിയ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നതും ആണ് ഇപ്പോഴത്തെ വിപണിയിലെ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഒരു പരിധിവരെ വിപണിയിലെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറയുകയോ ഒപ്പം തന്നെ പല ദിവസങ്ങളിലും നിക്ഷേപത്തിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായി തുടരുന്നത് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചന നൽകുന്നതാണ്. സാങ്കേതികമായി 26,100 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് ഇനി പ്രധാനമായ ഒരു നിലവാരം ഭേദിച്ച് ഇന്ന് വ്യാപാരം നടന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബാങ്കിങ് മേഖലയിൽ പൊതുമേഖലാ ബാങ്കിങ് മേഖലയിൽ വിദേശ നിക്ഷേപകരുടെ നേരിട്ടുള്ള നിക്ഷേപത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ഒരു സൂചന ലഭിച്ചത് ഇന്നലെ അവസാന നിമിഷത്തിൽ ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു ഉണർവിന് പ്രകടമായിരുന്നു. നിലവിലുള്ള 20% എന്നുള്ളതിൽ നിന്നും 29% നീക്കിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു ഉയർച്ചയ്ക്ക് വീണ്ടും ഒരു സഹായമാവുകയും മൊത്തത്തിൽ ബാങ്കിങ് മേഖലയെ ഒരു ഉണർവിലേക്ക് നയിക്കുകയും ചെയ്യും. നിലവിൽ തന്നെ ബാങ്കിങ് മേഖലയിൽ നല്ലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ബാങ്കിങ് സൂചിക എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിനടുത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. എന്തായാലും ഈ ഒരു ഗണ്യമായ ഒരു വർധനവ് വരും ദിവസങ്ങളിലും മറ്റ് മേഖലകളിലേക്ക് കൂടി നീങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പലിശ നിരക്കുകളിൽ ഒരു കുറവ് ഉണ്ടാവുകയാണെങ്കിൽ, റിസർവ് ബാങ്കിൻ്റെ അടുത്ത പണനയ അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയുകയാണെങ്കിൽ അത് ബാങ്കിങ് മേഖലയെ മാത്രമല്ല ഓട്ടോ മേഖലയെയും മുന്നോട്ട് നീങ്ങുന്നതിന് സഹായമാവുകയും ചെയ്യും. എന്തായാലും ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വിപണിയുടെ ഇനിയുള്ള ഓരോ തിരുത്തലും നിക്ഷേപ അവസരം തന്നെയായിരിക്കും. ആ രീതിയിലുള്ള നിക്ഷേപം ക്രമീകരിക്കുകയായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതം. ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുകളിൽ ഒന്നാകാൻ ഒരുങ്ങുന്ന തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കും. 371 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാർക്ക് 300-ലധികം ഏക്കർ ഭൂമിയിൽ 23 ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ച് മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കുമായി ഒരുക്കിയിട്ടുള്ള പ്രകൃതി വിസ്മയമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച പക്ഷി മൃഗാദികൾക്ക് പുറമെ വിദേശത്തു നിന്നും ഒട്ടേറെ ജന്തുജാലങ്ങളെ എത്തിച്ചു കഴിഞ്ഞു. ഡിയർ സഫാരി പാർക്ക്, പെറ്റ്സു, ഫോളോഗ്രാം തുടങ്ങിയവയും പാർക്കിൻ്റെ പ്രത്യേകതകളാണ്. യൂറോപ്യൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി സ്പെയിനിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ്. അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ ആയിരങ്ങളാണ് എത്തിയത്. സ്പെയിനിലെ ഗ്രാനൂൾസിൽ അമ്മയെ ഇരുകൈകളും നീട്ടിയാണ് ഭക്തർ സ്വീകരിച്ചത്. ഊഷ്മളമായ ആ സ്വീകരണം ഏറ്റുവാങ്ങി അമ്മയും. അമ്മയെ സ്വീകരിക്കാനായത് ബഹുമതിയെന്നും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവന്നതിന് അമ്മയ്ക്ക് നന്ദിയെന്നും ചടങ്ങിൽ ഗ്രാനൂൾസ് മേയർ ആൽബ ബർൺസെൽ പറഞ്ഞു. Ama al equipo de AMMA y a todos y todas ustedes. Para Granollers es un honor recibirlos hoy una vez más con los brazos abiertos. മനുഷ്യരാശിക്കായി അമ്മ ചെയ്യുന്ന സേവനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലെന്നും യഥാർത്ഥമായ സ്നേഹത്തിലൂടെയും അനുകമ്പയിലൂടെയും നമ്മെ പരസ്പരം ഒന്നാക്കുകയാണ് അമ്മ ചെയ്യുന്നതെന്നും മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും യുനിസെഫ് ഗുഡ്വിൽ അംബാസിഡറുമായ തെരേസ വിയഹോയ് പറഞ്ഞു. No hay una palabra, una única que defina lo que hace AMMA en la humanidad. No es generosidad, es mucho más que solidaridad, es mucho más que compasión, mucho más que empatía, mucho más que ayuda, mucho más que escucha. Pero sí hay un gesto capaz de doblegar el ego de cada uno de nosotros, y ese es el abrazo. Eso es lo que hoy vamos a sentir, cómo nos fundimos en el otro desde una auténtica compasión. രാത്രി ഏറെ വൈകി നടന്ന പരിപാടിയിൽ അമ്മയോടൊപ്പം ഭജനയിലും ധ്യാനത്തിലും നിരവധി പേർ പങ്കെടുത്തു. എല്ലാവർക്കും ദർശനം നൽകിയതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിച്ചത്. ഫിൻലാൻഡിലെ ഹെൽസിംകിയിലെ മക്കളുടെ അരികിലേക്കാണ് അമ്മ ഇനി എത്തുക.
ന്യൂസ് ഡെസ്ക് അമൃത TV. സ്പെയിനിലെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭക്തർ അമ്മയ്ക്ക് സ്നേഹാദരങ്ങളോടെയുള്ള വരവേൽപ്പാണ് ഒരുക്കിയത്. അമ്മയ്ക്കൊപ്പം മക്കൾ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്തു. സ്പെയിനിലെ ഗ്രനൂൾസിലുള്ള ആശ്രമം ശാന്തസുന്ദരമാണ്. അമ്മ എത്തും മുൻപ് പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മുതിർന്ന സന്യാസി ശിഷ്യരോടൊപ്പമാണ് അമ്മ ആശ്രമത്തിലെത്തിയത്. ബാഴ്സലോണയ്ക്കടുത്തുള്ള ആശ്രമം അമ്മയുടെ വരവോടെ ഭക്തിയുടെയും ആത്മീയ ശാന്തിയുടെയും പുണ്യസങ്കേതമായി മാറി. 1538 നിർമ്മിച്ച പാരമ്പര്യത്തിന്റെ മഹിമ പേറുന്ന കെട്ടിടമാണ് പിന്നീട് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആശ്രമമായി മാറിയത്. പഴമയുടെ പ്രൗഢിയും ആത്മീയതയുടെ അന്തരീക്ഷവും ഒത്തുചേരുന്ന ഇവിടം ഭക്തർക്ക് എന്തെന്നില്ലാത്ത സമാധാനം നൽകുന്നു. അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ആശ്രമത്തിൽ ഭക്തർക്ക് ആനന്ദമേകി ധ്യാനവും ഭജനയും നടന്നു. ലോകമാതാവായ അമ്മ സ്പാനിഷ് ഭാഷയിൽ ഏതാനും ഭജനകൾ ആലപിച്ചത് ഏവർക്കും അവിസ്മരണീയ അനുഭവമായി. ആനന്ദക്കണ്ണീരോടെ അമ്മയുടെ കാരുണ്യം അനുഭവിച്ചറിയുകയായിരുന്നു ഓരോ ഭക്തനും. എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു. അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളുടെ സന്തോഷത്തിലും സംതൃപ്തിയിലുമായിരുന്നു സ്പെയിനിലെ മക്കൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശേഷിയുള്ള ഒരു വികാരമുണ്ട്, അസൂയ. ഈ ഇമോഷനിൽ നിന്നും അകന്നു നിന്നാൽ തന്നെ നമുക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാം. അതിനുള്ള ചില കുറുക്കുവഴികൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും അതോടൊപ്പം തന്നെ മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ള. അസൂയ, ജലസി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് അസൂയ അല്ലെങ്കിൽ നമ്മളോട് അസൂയ. ശരിയല്ലേ ഞാൻ ഈ പറയുന്ന കാര്യം? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇത് മാനേജ് ചെയ്യാൻ. ഇമോഷൻസിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഫീലിംഗ് ആണ് അസൂയ എന്ന് പറഞ്ഞാൽ. ഇമോഷനാണ് മാനേജ് ചെയ്യാൻ. അസൂയ കൊണ്ട് നമ്മൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു, കൊലപാതകം വരെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? രണ്ട് ആസ്പെക്ട്സ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ, അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള അസൂയ. നമുക്ക് ആദ്യത്തെ കാര്യം എടുക്കാം. എന്നോട് എൻ്റെ വളരെ ചെറിയൊരു പ്രായത്തിൽ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഈ ലൈഫ് ജേർണിയിൽ, ജേർണി ഓഫ് ലൈഫ്, ആസ് യു ഗോ ഫോർവേഡ്, ആസ് യു മൂവ് ഫോർവേഡ്, ഒരുപാട് നിന്നേക്കാൾ കഴിവുള്ള ആൾക്കാർ, ഒരുപാട് നിന്നേക്കാൾ പ്രാപ്തിയുള്ള ആൾക്കാർ, ഒരുപാട് നിന്നേക്കാൾ അച്ചീവ്മെൻറ്റ്സ് ഉള്ള ആൾക്കാരെ നീ പരിചയപ്പെടും, കാണും. അവരെയൊക്കെ ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് അവരെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുക. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ദ ഓൺലി വേ, ഹാർഡ് വർക്ക്. അത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഒരാളോടൊരു ഇത് തോന്നുമ്പോൾ അതൊരു ഇൻസ്പിറേഷനായിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കൂടുതൽ നമ്മളുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ കുറച്ചുകൂടെ കമ്മിറ്റഡായിട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കാറുള്ളത്. ഇനി ആൾക്കാർക്ക് നമ്മളോടുള്ള അസൂയ, നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും പലപ്പോഴും നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെന്നടിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി മോശമായുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ്, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫീസ് പൊളിറ്റിക്സിൻ്റെ പ്രധാന ഒരു കാരണം അസൂയയാണ്. അവിടെ കൂടുതൽ ഓഫീസ് പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കഴിവ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കുറയുകയും പൊളിറ്റിക്സ് കൂടുതലുമായിരിക്കും. എങ്ങനെ നമുക്കിതിനെ, ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും പറയണം, പക്ഷേ എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാം? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ഓഫീസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ള ആൾക്കാർ എങ്ങനെ എടുത്താലും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. 2ാമത്തെ ഒരു കാര്യം, നമ്മുടെ ഗോൾസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 3ാമത്തെ കാര്യം, കഴിയുന്നതും റിയാക്ട് ചെയ്യാതിരിക്കുക. 4ാമത്തെ കാര്യം, സ്റ്റേ ഹംബിൾ. നമ്മളുടെ ആ വിനയം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കുക. കാരണം ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയുകയുള്ളൂ അല്ലേ? അതൊരു അപ്രീസിയേഷനായിട്ട് എടുക്കുക. ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ടുവേർഡ്സ് ബിഗർ, ബെറ്റർ, ഗ്രേറ്റർ തിങ്സ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ അസൂയ എന്നുള്ളൊരു വിഷമായിട്ടൊരു കാര്യമാണ്. സംടൈംസ് നമുക്ക് നമ്മളുടെ ഗ്രോത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈക്കോസിസ്റ്റം നമ്മൾ റീഡിസൈൻ ചെയ്യണം, റീ എൻജിനീയർ ചെയ്യണം. 15 വയസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരാൾ 30 വയസ്സിൽ ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉയർന്നു വന്നില്ലെങ്കിൽ വേറൊരു ലെവലായിരിക്കും. ആ 15 വയസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരടുപ്പം നിങ്ങൾക്കുണ്ടാവാം, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ നിർബന്ധമില്ല.
നമ്മളുടെ ഗ്രോത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കടമയാണ്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് വി ഷുഡ് ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ലിഫ്റ്റ് അസ്. അതായത് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്, ഫിസിക്കലി ഉയർത്തുന്ന കാര്യമല്ല പറയുന്നത്, രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ്. ഒന്ന്, വി ഷുഡ് ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ അസ്. നമ്മളെക്കാൾ കഴിവുള്ള അല്ലെ നമ്മളെക്കാൾ അച്ചീവ്മെൻറ്റ്സ് ഉള്ള അല്ലെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇടപെടുമ്പം നമ്മളുടെ ലെവൽ തന്നെ അറിയാതെ മുകളിലേക്ക് പോകും. രണ്ട്, നമ്മളുടെ വെൽ വിഷേഴ്സ്, ട്രൂ വെൽ വിഷേഴ്സ്, അത് വിരലിലെണ്ണാവുന്നവരെ കാണുകയുള്ളൂ. ആ ട്രൂ വെൽ വിഷേഴ്സ് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ നമ്മളെ കൂടെ നിർത്തുക. അത് ഈ രണ്ട് മാർഗ്ഗമാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് മറക്കാതിരിക്കുക. നമ്മളെ ഗ്രോത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് ചിലപ്പോൾ നമ്മളുടെ എൻവയോൺമെൻറ്റ്, നമ്മളുടെ ആ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ എഞ്ചിനീയർ റീഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. തുർക്കിയിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. ഇസ്താംബൂളിനും സമീപ പ്രദേശങ്ങളിലുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തുടർ ചലനങ്ങളും ഉണ്ടായതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നതായി റിപ്പോർട്ടുണ്ട്. ആളപായം ഇല്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3ാം തവണയും മത്സരിക്കുവാനുള്ള സാധ്യത തള്ളാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3ാം തവണയും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് ഏഷ്യൻ യാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. എന്നാൽ 2028 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള സാധ്യത ട്രംപ് നിരസിച്ചു. പ്രസിഡന്റിനായി 3ാം തവണയും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന US ഭരണഘടന മറികടക്കാനുള്ള ഒരു മാർഗമായി ചില അനുയായികൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം. പക്ഷേ അത് ട്രംപ് തള്ളിക്കളഞ്ഞു. വീണ്ടും മത്സരിക്കാൻ ട്രംപ് എന്ത് രീതിയാണ് സ്വീകരിക്കുക എന്ന് വ്യക്തമല്ല. 79കാരനായ പ്രസിഡന്റിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ ഒരു പദ്ധതി നിലവിലുണ്ടെന്ന് മുൻ ട്രംപ് തന്ത്രജ്ഞൻ സ്റ്റീവ് ബാനർ പറഞ്ഞിരുന്നു. സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിഷൻ 2031 ഏകദിന സെമിനാർ ഇന്ന് കോട്ടയം ഏറ്റുമാനൂർ ഗ്രാൻഡ് അരീന കൺവെൻഷൻ സെൻ്ററിൽ നടക്കും. സഹകരണ വകുപ്പ് നേട്ടങ്ങളും ഭാവി വികസന ലക്ഷ്യങ്ങളും എന്നതാണ് വിഷയം. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 10 വർഷം സഹകരണ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങൾ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ N മാധവൻ അവതരിപ്പിക്കും. ഇനി കായിക വിശേഷങ്ങൾ നോക്കാം. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ ഫീൽഡിങ്ങിനിടയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് താരത്തെ ICUവിൽ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ അതീവ ശ്രദ്ധയേറിയ പരിചരണം ആവശ്യമായതിനാൽ ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് സൂചന. സുഹൃത്തുക്കൾ ഇപ്പോൾ ശ്രേയസിനൊപ്പം ആശുപത്രിയിലുണ്ട്. വിസ നടപടികൾ പൂർത്തിയായാൽ ഉടൻ കുടുംബാംഗങ്ങൾ എത്തിച്ചേരും. സിഡ്നിയിലെ ഡോക്ടർമാർക്കൊപ്പം ടീം ഡോക്ടറുടെ സേവനവും ശ്രേയസിന് ലഭ്യമാക്കുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ കണ്ട് ഞെട്ടി നാട്ടുകാർ. കണ്ണടയും ഊന്നുവടിയും അല്ലാതെ ഗാന്ധിജിയുമായി ഒരു രൂപസാദൃശ്യവും ഇല്ലാത്ത വിരൂപമായ പ്രതിമ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിലാണ് നഗരസഭയുടെ പ്രവർത്തനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അനാച്ഛാദനം ചെയ്ത പ്രതിമ കണ്ട നാട്ടുകാർ ഞെട്ടി. ഗാന്ധിജിയുമായി ഒരു രൂപസാദൃശ്യവുമില്ലാത്ത വിരൂപമായ ഒരു പ്രതിമ. മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു പ്രതിമ രൂപീകരിച്ചതെന്ന വിമർശനമുയർന്നു. കണ്ണടയും ഊന്നുമടിയുമുള്ള ഒരു രൂപമുണ്ടാക്കിയാൽ ഗാന്ധിജിയാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമയാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭ KSWMP പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ. ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല. ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ദിവ്യ S. അയ്യർ IASഉം ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജിയെ അപമാനിച്ചെന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംഭവം വലിയ ട്രോളായി മാറിയിരിക്കുകയാണ്. പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് ശില്പിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് താനിതിൽ ഉൾക്കൊണ്ട് നിർമ്മിച്ചത് എന്നാണ് മറുപടി ലഭിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. സംഭവം വിവാദമായതോടെ പ്രതിമ മാറ്റി നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ. അമൃത ന്യൂസ്, തൃശൂർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.